നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സുനിൽ വാക്സ് മ്യൂസിയത്തിലാണ്. 2019 സ്റ്റാർട്ട് ചെയ്ത ഈ വാക്സ് മ്യൂസിയത്തിനെ പറ്റി നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടൽ ഇവിടെ 40ഓളം പ്രതിമകളാണുള്ളത്. ഫസ്റ്റ് തന്നെ വരുന്നത് മഹാത്മാഗാന്ധിയുടെയാണ്. ഗാന്ധിയുടെ ഏകദേശം സെയിം രൂപം തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ ഒറിജിനൽ പോലെയാണ് ഫീൽ വരുന്നത്. നല്ല മനോഹരമായാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതും വളരെ വ്യക്തിത്വമുള്ള ആളുകളെ മുഴുവൻ ഉൾപ്പെടുത്താൻ ഈ മ്യൂസിയത്തിൽ സാധിച്ചിട്ടുമുണ്ട്. അന്ന ഹസാരെ വരുന്നുണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ വരുന്നുണ്ട്, ജവഹർലാൽ നെഹ്റു വരുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്? ഇത് 2019 ജൂലൈ 13 ഞങ്ങളുടെ മ്യൂസിയം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സൗത്ത് ഗേറ്റിന്റെ അടുത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്തിരിക്കുന്നത്. നമുക്ക് ലോണാവാല എന്ന് പറയുന്ന സ്ഥലമുണ്ട് ബോംബെയില്. അവിടെയാണ് നമ്മളുടെ മെയിൻ ബ്രാഞ്ച് ഉള്ളത്. അവിടെ മോർ ദാൻ 100 സ്റ്റാച്യു ഉണ്ട്. ഇവിടെ ഇപ്പോൾ 40. ഇതിങ്ങനെ നമ്മൾ കൂടി വരും. ഓരോ 3 മാസങ്ങൾക്കൊരിക്കൽ പുതിയ പുതിയ സ്റ്റാച്യൂസ് വരും. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഹെയർ വരുന്നത്? ഇത് ആദ്യം ഇനിഷ്യലി ഇത് സുനിൽ കണ്ടലൂരാണ് എൻ്റെ ശില്പി. അദ്ദേഹം ഇത് ആദ്യം ക്ലേയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ക്ലേയിൽ ചെയ്തിട്ട് അതിന്റെ മോൾഡ് എടുത്തിട്ട് പിന്നെ അതിൽ വാക്സ് അപ്ലൈ ചെയ്യാം. ഇതിൽ ഈ ഹെയർ എല്ലാം ഒറിജിനൽ ഹ്യൂമൻ ഹെയർ ആണ്. ഇതിൽ ഓരോ ഹെയർ ആയിട്ട് ഇംപ്ലാന്റ് ചെയ്താ വെച്ചിരിക്കുന്നത്. വിഗ് അല്ല ഇവിടെ ഇരിക്കുന്ന ഒരു ഇതിന് വിഗ് അല്ല, എല്ലാം ഇംപ്ലാന്റ് ചെയ്താണ്. അതെ അതെ. ഐബ്രോസ് ആണെങ്കിൽ റിയൽ ഐബ്രോസ് ആണ്. അതെ, എല്ലാം ഒറിജിനൽ ഇതാണ്. അതുപോലെ തന്നെ ഹൈറ്റ് എല്ലാം സെയിം. ശരിക്കും വരുന്നുണ്ട്. അതെ അതെ. നമുക്കിപ്പോ നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഇതിന് കിട്ടിയിരിക്കുന്ന റിവ്യൂസ് ഒക്കെ. അഭിനന്ദൻ വർദ്ധമാൻ, വിംഗ് കമാൻഡർ, അറിയാലോ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് കാണാനായിട്ട് ഇദ്ദേഹത്തിന്റെ പേരൻസ് ഇവിടെ വന്നിരുന്നു. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവര് ശരിക്കും നമ്മളെ സുനിൽ ജിയെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് പോയത്. അതെ അതെ. വി എസ് ആർ മുഖ്യമന്ത്രിയായിട്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരിട്ട് പോയി ബോഡി മെഷർമെന്റ് എടുത്താണ് ആ പ്രതിമ ചെയ്തിട്ടുള്ളത്. കാണാം. ഉമ്മൻചാണ്ടി സാറൊക്കെ നേരിട്ട് എടുത്തത്. അതുപോലെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി അളവെടുത്താ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര്, പിന്നെ റാണ, മോഹൻലാൽ സാർ ഒക്കെ നേരത്തെ മെഷർമെന്റ് എടുത്ത് ചെയ്തു. തിരിപോലും ഇത് സാർ ഉപയോഗിച്ച ഡ്രസ്സാണ് ഇതിലിട്ടിരിക്കുന്നത്. സാറിന്റെ ഓൺ ഡ്രസ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി ടൈമില് അദ്ദേഹത്തിന്റെ വൈഫ്, മക്കള്, ചാണ്ടി ഉമ്മൻ സാർ എല്ലാവരും വന്നാണ് ഇത് അൺവെയിൽ ചെയ്തത് ഈ സ്റ്റാച്യു. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും വരാനുണ്ടോ സുനിൽ സാറിന്റെ? ഇപ്പൊ നമ്മള് പ്രേം നസീർ സാറിന്റെ പണി തീർത്ത് വച്ചിരിക്കുക. അപ്പൊ അത് ഉടൻ തന്നെ അതിന്റെ ഒരു ഇനാഗ്രേഷൻ അൺവെയിലിംഗ് സെറമണി കാണും. വേറെ ഒരുപാട് പേരുടെ ലിസ്റ്റിലുണ്ട്. ഈ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ അടുത്ത കാലത്ത് അല്ല, ഇത് 2023 നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സാറാണ് ഇത് അൺവെയിൽ ചെയ്തത്. ഒരു മോഡൽ ചെയ്തു തരാൻ ഏകദേശം എത്ര ടൈം എടുക്കുകയും? ഒരു മോഡൽ ചെയ്യാനായിട്ട് ഏകദേശം 2-3 months. ഇപ്പോൾ പുള്ളി ലോണാവാല, അവിടെയാണ് നമ്മൾ സ്റ്റുഡിയോ ഉള്ളത്. അവിടെ നിന്ന് ചെയ്താണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. അവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഒരുപാട് വാക്സ് മ്യൂസിയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽസിനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് തന്നെയാണ് ഈ സുനിൽസ് വാക്സ് മ്യൂസിയം. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.